എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പേര് കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ. അതായത് മനസ്സിൻ്റെ ശക്തിയിലൂടെ കോടീശ്വരനാകാം എന്ന് ഡോക്ടർ പി വിജയൻ അഭിപ്രായപ്പെടുകയാണ്. ഡോക്ടർ പി വിജയൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 55-ലധികം പുസ്തകങ്ങൾ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സാറിനെ പരിചയപ്പെടുന്നത് കൊറോണയുടെ സമയത്ത്. ആ സമയത്ത് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ സാമ്പത്തികപരമായൊക്കെ വളരെ ഭാരപ്പെടുന്ന ഒരു സമയമാണ്. കാരണം സ്കൂളില്ല, മറ്റ് വരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബിലൂടെയുള്ള വീഡിയോകൾ ശ്രദ്ധിക്കാനായിട്ടിടയായി. അങ്ങനെ യൂട്യൂബിലൂടെയുള്ള വീഡിയോ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു ദിവസം പി വിജയൻ സാറിൻ്റെ ഒരു ക്ലാസ് കേൾക്കാനായിട്ടിടയായത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് കേൾക്കുന്നത് സെക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു ക്ലാസ്സാണ്. അത് ഏതാണ്ട് ഒരു 10-15 എപ്പിസോഡുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സെക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോകളാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എതിരെയുള്ള കുറേ വീഡിയോകൾ. അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് എല്ലാ മതവിഭാഗങ്ങളിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അങ്ങനെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും നല്ല മനഃശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് എന്നെനിക്ക് ബോധ്യമായി. ഏതാണ്ട് 4-ലധികം പോസ്റ്റ് ഗ്രാജുവേഷൻ അദ്ദേഹത്തിനുണ്ട്. മനഃശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട്, PhD ഉണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഏതാണ്ട് 55-ലധികം പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആഴ്ചത്തേക്ക് ട്രെയിനിങ് ഈ പി വിജയൻ സാറിൻ്റെ പിന്നെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല ഫീസാണ്. 1.5 ലക്ഷം 2 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം. അപ്പോൾ അത്രയും വലിയ ഫീസൊന്നും കൊടുത്ത് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും എന്നെപ്പോലൊരു സാധാരണക്കാരനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ശ്രദ്ധിക്കുവാനും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുവാനും ഒക്കെ ഇടയായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് ഇത് 21 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായങ്ങളിൽ നിന്ന് എന്താണ് ഓരോ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിൽ പലർക്കും നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. നമ്മുടെ പല മാനസിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഈ പുസ്തകത്തിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ കുറച്ച് ചിന്തിക്കണം. നമ്മുടെ മനസ്സിൻ്റെ വളർച്ച അത് ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. മനസ്സിന് വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത പ്രവൃത്തിയിൽ നമ്മുടെ ബിസിനസ് മേഖലകളിലും മറ്റ് മേഖലകളിലും നമ്മൾ വിജയിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകങ്ങൾ ഏതാണ്ട് 55-ലധികം പുസ്തകങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ ഏതാണ്ട് 6-7 പുസ്തകങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് വായിച്ച് ഓരോ അധ്യായങ്ങളെക്കുറിച്ച് വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രയോജനകരമായി തീരും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഞാൻ ഈ പുസ്തകങ്ങളെല്ലാം പല പ്രാവശ്യം വായിച്ചതാണ്. എങ്കിലും വീണ്ടും ഇത് വായിച്ച് ഇതിൽ നിന്നുള്ള ആശയങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്നുള്ളതാണ്. ഡോക്ടർ പി വിജയൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് എന്നാണ് എഴുതിയത്. അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗവൺമെൻറ് തലങ്ങളിലൊക്കെ CBSE സ്കൂളിലെ പ്രിൻസിപ്പാൾമാരെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ആളാണ്. അതുപോലെ ചില രാജ്യങ്ങൾ ഔദ്യോഗികമായി അദ്ദേഹത്തെ ട്രെയിനറായി വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഈ പി വിജയൻ സാറുമായിട്ട് എനിക്ക് ഒരിക്കൽ ഫോണിലൂടെ സംസാരിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആശയങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു അല്പസമയം പറയുവാനും അതിന് ചില പരിഹാരങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ അത് ആ കൊറോണയുടെ സമയത്താണ്. എന്തായാലും നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടന്നുപോയി
നമുക്ക് ഒന്ന് നോക്കാം എന്താണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് 21 അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകത്തെ തിരിച്ചിട്ടുള്ളത്. ഒന്ന്, സമ്പത്ത് നേടുന്നതിലെ നന്മ. 2, ധനവും ആത്മീയതയും. 3, സമ്പന്നതയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. 4, സമ്പത്തിനായി ഉൾക്കണ്ണ് തുറക്കുക. 5, ഉപബോധ മനസ്സിൻ്റെ ശക്തി. 6, വലിയ സ്വപ്നങ്ങൾ കാണുക. 7, ധനവിനിയോഗ യന്ത്രം പഠിക്കണം. 8, സമ്പത്ത് സാമൂഹിക നന്മയ്ക്ക്. 9, യഥാർത്ഥ പങ്കാളിത്തം. 10, സ്ത്രീ ശക്തി അനിഷേധ്യം. 11, നക്ഷത്ര ശോഭകൾ. 12, പണത്തിൻ്റെ ആകർഷണീയത. 13, എങ്ങനെ കോടീശ്വരനാകാം. 14, പർവ്വതങ്ങളെ നീക്കുന്ന ഉത്തോലകം. 15, കോടിപതികൾ പ്രതിഭകൾ. 16, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക്. 17, കോടീശ്വരനാകാൻ തയ്യാറാകുക. 18, കടമില്ലാത്ത ജീവിതം. 19, ചെലവ് ചുരുക്കി ജീവിതം. 20, ചെലവ് ചുരുക്കാനും കടം ഒഴിവാക്കാനും 101 മാർഗങ്ങൾ. 21, സമ്പത്തിലേക്കുള്ള 101 ചിന്തകൾ. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള ഒരു മനഃശാസ്ത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും, ഒരു സുവിശേഷകനായ സാജു തോമസ് സമ്പത്തിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു? ഒരു ചോദ്യം വരാം. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും ഈ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മാനസിക വളർച്ച എത്തിയവരല്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വികസനങ്ങൾ നടത്താനായിട്ട് സാധിക്കുള്ളൂ. പണമില്ലെങ്കിൽ നമുക്കിങ്ങനെ നുണയും കൊതിയൊക്കെ പറഞ്ഞ്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, മറ്റവരെ കളിയാക്കി പരിഹസിച്ചൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോകാം. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനായിട്ട് സാധ്യമല്ല. അപ്പോൾ സമ്പത്ത് ജീവിതത്തിൽ ഒരു വലിയ അടിസ്ഥാന ഘടകമാണ്. സമ്പത്തില്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. 1-ാമത്തെ അധ്യായം 1, സമ്പത്ത് നേടുന്നതിലെ നന്മ എന്നാണ് ഇതിൻ്റെ ഹെഡിങ് ഉള്ളത്. സമ്പത്ത് നേടുന്നതിലുള്ള നന്മ. അപ്പോൾ ഇവിടെ ഞാൻ വായിക്കാം. പണമുള്ളവരും അതില്ലാത്തവരും തമ്മിലുള്ള ഒരു സംഘർഷം വളരെ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള. അപ്പോൾ പണമില്ലാത്തവൻ പറഞ്ഞു, ഓ ഞങ്ങൾ പാവപ്പെട്ടവർ, അവർ പണക്കാർ. അപ്പോൾ ഈ പാവപ്പെട്ടവനും പണക്കാരനും എങ്ങനെയാണ് ഈ ഒരാൾ പാവപ്പെട്ടവനായത്, ഒരാളെങ്ങനെയാണ് പണക്കാരനായത്? എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം എന്നെ നിരന്തരം വിളിക്കും. അദ്ദേഹം ഗൾഫിലാണ്, പക്ഷേ അദ്ദേഹം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് ഈ സ്പെയർ പാർട്സ് വിൽക്കുന്ന ഒരു സ്നേഹിതനാണ്. അദ്ദേഹം എൻ്റെ ഒരു നല്ല സ്നേഹിതനാണ്. എനിക്ക് ചുമയും പനിയൊക്കെ വന്ന സമയത്തൊക്കെ അദ്ദേഹം എന്നെ എല്ലാ ദിവസവും വിളിക്കുകയും ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ ചിന്തിക്കും. ബ്രദറെ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ സാമ്പത്തികപരമായി എങ്ങനെയാണ്, മെച്ചമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പണത്തിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഞാൻ ആ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദിവസം 18-20 മണിക്കൂർ ജോലി ചെയ്യുന്നു. 4 മണിക്കൂറാണ് ഞാൻ ഉറങ്ങുന്നത്. 18-20 മണിക്കൂർ ഞാൻ ജോലി ചെയ്തിട്ടാണ് ഞാൻ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, കാറുണ്ട്. പക്ഷേ പണിയെടുക്കാത്തവൻ, ഒരു പണിയും ചെയ്യാത്തവൻ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ ഒരു ജോലിക്കും പോവുകയില്ല. ഈ അടുത്ത നാളുകളിൽ ഒരു സുവിശേഷകനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വലിയ ദാരിദ്ര്യമാണ്, വലിയ കഷ്ടതയാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഒരു കൂലിപ്പണിക്ക് പോകാൻ മേലെ, ഒരു തൂമ്പാപ്പണിക്ക് പോയാലും 700-800 രൂപ ഒരു ദിവസം കിട്ടും.
അപ്പോൾ ഒരു ദിവസം താങ്കളുടെ കുടുംബം കഴിഞ്ഞു പോകാൻ ഒരു 300 രൂപ അല്ലെങ്കിൽ 400 രൂപ പോരെ? അപ്പോൾ ഒരു ദിവസം പണിയാൻ പോയ 700-800 രൂപ ലഭിക്കുമല്ലോ, അതുപോലെ. അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് പണിയാൻ പോകാനൊന്നും പറ്റത്തില്ല, കാരണം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ വ്യക്തിയായതുകൊണ്ട് എനിക്ക് പണിയാൻ പോകാൻ. അപ്പം പണിയാൻ പോകാൻ പറ്റുകയുമില്ല, ഒരു ബിസിനസ് ചെയ്യാനും താല്പര്യമില്ല, പക്ഷേ സുഖിമാനായിട്ട് ജീവിക്കണം. ഇതെങ്ങനെ നടക്കും? അപ്പം 2 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നു. ഒന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് 18-20 മണിക്കൂർ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹിതൻ, അതേസമയം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച മറ്റൊരു വ്യക്തി. അപ്പോൾ ഒരാൾ പണിയെടുക്കുന്നു, മറ്റൊരാൾ പണിയെടുക്കുന്നില്ല. അപ്പോൾ പണിയെടുക്കുന്നവന് പണമുണ്ടാകും, പണിയെടുക്കാത്തവന് പൈസ ഉണ്ടാകില്ല. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ പണമുള്ളവരെ നോക്കി പറയും, ഓ അവരൊക്കെ വലിയ പണക്കാർ, കാശുള്ളവരാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പാവപ്പെട്ടവനായത്? ഞാൻ പാവപ്പെട്ടവനാകാൻ ഒരു കാരണമുണ്ട്. ഞാൻ പണിയെടുക്കുകയില്ല. മറ്റുള്ളവർ പണിയെടുക്കുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ വായി നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പണിയെടുക്കുന്നവന് എന്നും പൈസയുണ്ട്, പണിയെടുക്കാത്തവന് പൈസയില്ല. ഇതാണ്. അപ്പോൾ പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിൽ ദീർഘകാലങ്ങളായി ഉള്ള ഒരു സംഘടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അദാനിയുടെ ഈ പണമുണ്ട്, അംബാനിയുടെ ഈ പണമുണ്ട്. കുറേ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എഴുന്നിരുന്നു, അദാനിയുടെ ഈ പണമുണ്ട്, അംബാനിയുടെ ഈ പണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമരം, ബഹളം ഒക്കെ നടത്തി. പക്ഷേ അദാനി എങ്ങനെയാണ് പണമുണ്ടാക്കിയത്, അംബാനി എങ്ങനെയാണ് പണമുണ്ടാക്കിയത് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കാലത്ത് അവരും നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനായിരുന്നു, ദരിദ്രനായിരുന്നു, അവരും ഡെയിലി കൂലിക്ക് ജോലി ചെയ്തവരായിരുന്നു. അവരുടെ ബുദ്ധി ഉപയോഗിച്ച്, അവരുടെ മാനസിക നിലവാരം ഉപയോഗിച്ചാണ് അവർ പണം ഉണ്ടാക്കിയത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ട്. കണ്ടോ, പണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെയും കാലയവനിക്കുള്ളിൽ മറഞ്ഞ പല ധനികരും ഇന്ന് നമ്മൾ ഓർക്കുന്നത് അവരുടെ ധനസ്ഥിതി കൊണ്ടല്ല, മറിച്ച് അവർ സമൂഹത്തിന് ചെയ്ത സേവനം കൊണ്ടാണ്. അപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയി. അദ്ദേഹം നല്ല പണമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോൾ സമൂഹം അദ്ദേഹത്തെ ഓർക്കുന്നു. എങ്ങനെ ഓർക്കുന്നു? അദ്ദേഹം സമൂഹത്തിന് ചെയ്ത നന്മകളെ ഓർക്കുന്നു. എന്നാൽ ചിലരെക്കുറിച്ച് നമ്മൾ പറയുന്നു, അറുത്ത കൈക്ക് ഉപ്പ് തേക്കുകയില്ലാത്ത ഒരു അല്പൻ. ഞങ്ങളുടെ നാട്ടിൽ, അതായത് അടിമാലിക്കടുത്ത് ഒരു സഹോദരനുണ്ട്, ഒരു വെല്ലിപ്പൻ. അദ്ദേഹം 70-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അദ്ദേഹം ഒരുപാട് പണം സമ്പാദിച്ചു. അന്നത്തെ കാലത്ത് പണം സമ്പാദിക്കുന്നു പറഞ്ഞാൽ ഈ ഓട്ടുപാത്രങ്ങൾ വാങ്ങി, അതായത് പണം പലിശയ്ക്ക് കൊടുക്കും, 10 രൂപ പലിശയ്ക്ക് പണം കൊടുക്കും. എന്നിട്ട് ഓട്ടുപാത്രങ്ങളൊക്കെ ഗ്യാരണ്ടി ആയിട്ട് മേടിച്ചു വെക്കും. പലർക്കും അത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കോടീശ്വരനായ ഒരു വ്യക്തി, അറുത്ത കൈക്ക് ഉപ്പ് തേക്കുകയില്ലാത്ത ഒരൽപ്പൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞത്. അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ആ അല്പൻ ചത്തുപോയി, അറുത്ത കൈക്ക് ഉപ്പ് തേക്കുകയില്ലാത്ത അല്പൻ ചത്തുപോയി എന്ന് പറയും. അദ്ദേഹത്തിനൊരു നല്ല ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ മനസ്സോടുകൂടെ ഒരു വ്യക്തിയും ഇദ്ദേഹം മരിച്ചു പോയല്ലോ, ഇദ്ദേഹം ഒരു നല്ലവനായിരുന്നു എന്ന് ആരും പറയുകയില്ല. അതിന് പകരം ഇദ്ദേഹം ഒരു പിശുക്കൻ, പിശുക്കൻ എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തെ കുഴിയിലേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, പണമുള്ളവൻ എന്ത് ചെയ്യുന്നു? അവൻ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ അവനെ ലോകം ഓർത്തിരിക്കുന്നു, അല്ല എങ്കിൽ അവനെ ലോകം ഓർക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തത്, സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു രാജ്യം. ഇന്ന് പലരും പറഞ്ഞു സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഒരു കാലത്ത് ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന സ്ഥലം വളരെ ദാരിദ്ര്യമുള്ള ഒരു സ്ഥലമായിരുന്നു. ഇങ്ങനെ എഴുതിയേക്കുന്നു. ഈ കാര്യത്തിൽ ആധുനിക കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് സിംഗപ്പൂർ. കടൽ കൊള്ളക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും തെമ്മാടികളുടെയും താവളമായിരുന്നു ആദ്യകാല സിംഗപ്പൂർ. എന്നാൽ ഇവിടെ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ലീ ക്വാൻ യു എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വന്നു. ഒരു പ്രധാനമന്ത്രി വന്നതോടുകൂടെ
ആ കൊച്ചു രാജ്യത്തിന് സുരക്ഷിതത്വ ബോധവും ഭരണ സ്ഥിരതയും കൈവന്നു. കച്ചവടം, വ്യവസായം, വാണിജ്യം എന്നിവയെ അകമഴിഞ്ഞ് ലീ ക്വാൻ യു പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയെ പോലെ കുറഞ്ഞ കൂലി ഉണ്ടായിരുന്ന സിംഗപ്പൂരിൽ വ്യവസായിക വളർച്ച ഉണ്ടായപ്പോൾ വിവിധ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ജോലിക്കാരുടെ ദൗർബല്യമേറി. ഇങ്ങനെ വന്നപ്പോൾ തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടി വന്നു. വർദ്ധിപ്പിച്ച ശമ്പളത്തിന് തൊഴിലാളികളെ കിട്ടാനില്ല എന്ന അവസ്ഥയായി. ഈ അവസ്ഥയെ മറികടക്കുന്നതിന് നിരക്ഷരർക്കും ചെറിയ ജോലികൾ മാത്രം ജീവിച്ചവർക്ക് നല്ല വിദഗ്ധ പരിശീലനം കൊടുത്തു. നല്ല ശമ്പളത്തോടെ അവരെ മുഖ്യധാരയിൽ കൊണ്ടുവന്നു. ജനങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ സിംഗപ്പൂരിലെ ഒരു ഭരണാധികാരി, അദ്ദേഹം ലീ ക്വാൻ യു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭരണ മികവാണ് ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചത്. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഇവർക്ക് എത്രത്തോളം സമൂഹത്തിൽ സ്വാധീനമുണ്ട്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ്, അദ്ദേഹം ഒരു 50 പോലീസുകാരുടെ അകമ്പടിയോടുകൂടെ ഒരു 50 വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ റോഡിലുള്ള ഒരു കരികല പോലും പറന്നു പോകുന്നു. റോഡിലോ വഴിവക്കിലോ ഒന്നും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒരു വികസനം നടത്തുന്നത്? ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ, ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിഷമം ഉൾക്കൊള്ളാൻ കഴിവുള്ളവനായിരിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ഞാൻ ഈ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ആസാം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നയാളാണ്. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനുകളിൽ 100 കണക്കിന് ആളുകൾ അവിടെ കിടക്കുകയാണ്. അതിൽ ഒരുപാട് പേര് ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നത്. ഇന്നും ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണ്. ഇവിടെ ഭിക്ഷയെടുത്ത ആളുകൾ ജീവിക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത മനുഷ്യർ തെണ്ടിത്തിരിഞ്ഞ് നെട്ടോട്ടമോടി മറ്റുള്ളവർ മുമ്പിൽ കൈ നീട്ടി പല ആളുകളും തങ്ങളുടെ ശരീരം പോലും വിറ്റ് ഉപജീവനം കഴിക്കുന്നു. എന്നാൽ മന്ത്രിമാരും MLA-മാരും MP-മാരും സുഖിച്ച് പൊളച്ച സുഖിലോലിപന്മാരായി 100-500 ആളുകളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്നു. പലപ്പോഴും നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും നമ്മുടെ മന്ത്രിമാരുടെയും MLA-മാരുടെയും MP-മാരുടെയും പത്രാസ് കാണുമ്പോൾ. കാരണം അവർ സുഖിക്കുകയാണ്, അവർ ആഡംബരത്തിൽ സുഖിക്കുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, കഞ്ഞിക്ക് ഗതിയില്ലാതെ മനുഷ്യൻ റോട്ടിൽ കിടന്ന് നെട്ടോട്ടം ഓടുമ്പോൾ, പ്രകൃതി ദുരന്തമുണ്ടായിട്ട് ഇന്നും വീടുകൾ ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഭരണാധികാരിയുടെ കഴിവാണ് ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്. ചില ഭരണാധികാരികളെ നമ്മൾ ഇവിടെ കയറ്റി വെച്ചാൽ സാധാരണ നമ്മൾ പറയാറില്ല, ഒരു ബുദ്ധിയില്ലാത്ത കുറേ ആളുകളെ, അഹങ്കാരികൾ, സ്വയം പൊങ്ങികൾ, സ്വാർത്ഥന്മാർ, സ്ത്രീലമ്പടന്മാർ, പണത്തോട് അത്യാർത്തിയുള്ളവർ, അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നവർ, ക്രിമിനലുകൾ, ബലാത്സംഗ വീരന്മാർ, കള്ളന്മാർ, കൊള്ളക്കാർ, ഇങ്ങനെയുള്ളവർ നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ കൈയടക്കിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ളിടത്ത് എങ്ങനെ വികസനം ഉണ്ടാകും? അവന് മാനസികമായി വളർച്ചയില്ല, അവൻ്റെ ബുദ്ധി വളർന്നിട്ടില്ല, അവൻ സ്വാർത്ഥനാണ്. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും പിടിച്ചുപറിയും മോഷണമാണ്. ഇങ്ങനെയുള്ളൊരു ഭരണാധികാരി
നമ്മുടെ നമ്മെ ഭരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ആ രാജ്യത്തിന് വികസനം ഉണ്ടാകില്ല. ഇന്നും ഈ ഓരോ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചാൽ ഒരു നേരം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്ര ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത്, സിംഗപ്പൂരിൻ്റെ മുഖച്ഛായ മാറ്റിയത് ലീൻ ക്വാൻ യു എന്ന് പറയുന്ന ഒരു ഭരണാധികാരി 31 വർഷം തുടർച്ചയായി ഭരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം 25 വർഷം ഒരാൾ അവിടുത്തെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ട് ഇന്നും ആ രാജ്യം ദാരിദ്ര്യമാണ്. അവിടെയുള്ള ആളുകൾ ഇന്ന് കേരളത്തിൽ വന്ന് ഹോട്ടലുകളിൽ പാത്രം കഴുകിയാണ് അവർ ഉപജീവനം കഴിക്കുന്നത്. എന്താണ് കാരണം? ഭരണാധികാരികൾക്ക് അവരുടെ മാനസിക നിലയ്ക്ക് വളർച്ചയില്ല എന്നുള്ളതാണ്. ഇതാണ് സംഭവം. ഇനി അടുത്തത്, ഏതാണ്ട് 31 വർഷത്തോളം സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രിയായി പദവിയിലിരുന്ന ലീ ക്വാൻ യു എന്ന വ്യക്തി, അദ്ദേഹം നിസാര സമയങ്ങൾ കൊണ്ട് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തെ വലിയൊരു വിശാലതയിലേക്ക് കൊണ്ടുപോകും. ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസ് മുതൽ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഉദ്യാന നഗര പ്രാന്തങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിൽ പെടും. ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വികസനമാണ് സിംഗപ്പൂരിൽ ഈ ലീ ക്വാൻ യു എന്ന് പറയുന്ന വ്യക്തി ചെയ്തു വെച്ചത്. അതാണ് ഭരണാധികാരികളുടെ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കഴിവില്ലാത്തവനെ പിടിച്ച് നമ്മൾ മന്ത്രിയാക്കി വെച്ചാൽ, അതോ ഒരു ഭരണാധികാരിയാക്കി വെച്ചാൽ അതുകൊണ്ട് യാതൊരു ഗുണവും സമൂഹത്തിന് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ, കേരളത്തിൽ 1000 ശതകോടീശ്വരന്മാർ ഉണ്ടായാൽ കേരളത്തിൻ്റെ മുഖച്ഛായ എത്ര മാറ്റപ്പെടും? അപ്പോൾ അത് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരിക്കലും അവിടെ ഒരു സംരംഭം തുടങ്ങുവാൻ അവിടെയുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർ സമ്മതിക്കില്ല. കാരണം ഇടുങ്ങിയ മനസ്സിനുടമകളും വികസന വിരോധികളും സ്വാർത്ഥന്മാരും കള്ളന്മാരും അല്പന്മാരുമായിട്ടുള്ള ചില പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ചില ആളുകൾ അവിടെ ഭരിക്കുന്നത് കൊണ്ടും നേതൃത്വ നിരയിൽ ഇരിക്കുന്നത് കൊണ്ടും ഒരു സംരംഭം തുടങ്ങാൻ, എന്തിനേറെ ഒരു പെട്ടിക്കട തുടങ്ങാൻ പോലും നമ്മുടെ കേരളത്തിൽ അനുവദിക്കില്ല. അങ്ങനെ തുടങ്ങിയാൽ പിറ്റേ ദിവസം കൊണ്ടുവന്ന പാർട്ടിയുടെ കൊടി സ്ഥാപിക്കും, അല്ലെങ്കിൽ അതിഭീമമായ പിരിവ് ചോദിക്കും. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സംസ്ഥാനത്ത് ഇങ്ങനെ പെരുകി ആ സംസ്ഥാനത്ത് ഒരു നല്ല ഒരു വികസനം കൊണ്ടുവരുവാൻ ഇവർ എതിർക്കുന്നു. ഒന്നാലോചിച്ച് അവരൊരിക്കലും സമ്മതിക്കുകയില്ല. ഈ നാട് നന്നാകാൻ ഇവർ സമ്മതിക്കില്ല. ഒരു സംരംഭം, അതിനുദാഹരണമാണ് സാബു എം ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹം കിറ്റക്സ് എന്ന് പറയുന്ന ഒരു വസ്ത്ര സ്ഥാപനം കമ്പനി അദ്ദേഹം ആരംഭിച്ചു. എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തു. എന്നാൽ കുറേ രാഷ്ട്രീയ കിങ്കരന്മാർ, അധമന്മാർ, സ്വയം പൊങ്ങികൾ, അഹങ്കാരികൾ, ഈ അധമന്മാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ അവിടെ നിന്ന് തല്ലി ഓടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചു വിട്ടു. നിരന്തരമായ റെയ്ഡ് നടത്തി ഉപദ്രവിച്ചു. അപ്പോൾ കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ 1000 ശതകോടീശ്വരന്മാർ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ആസ്തി ഏതാണ്ട് 1,00,000 കോടി ഉണ്ടാകുമായിരുന്നു. അവരുടെ വ്യവസായ വാണിജ്യ പ്രവർത്തനങ്ങൾ വഴി കേരളത്തിൽ എത്ര വികസനം ഉണ്ടാകുമായിരുന്നു. എത്ര കുടുംബങ്ങൾക്ക്, അനേകായിരം കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമായിരുന്നു. ഇന്ന് എല്ലാ മേഖലകളിലും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കണം. അരിക്ക് വേണ്ടി ആന്ധ്രയെ ആശ്രയിക്കണം, പരിപ്പിന് വേണ്ടി ഉത്തർപ്രദേശിനെ ആശ്രയിക്കണം, പച്ചക്കറിക്ക് വേണ്ടി തമിഴ്നാടിനെ ആശ്രയിക്കണം. സ്വന്തമായി ഒരു ഉൽപ്പന്നം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് അധപ്പതിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വ്യാവസായിക വളർച്ച ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് ഭൗതിക സൗകര്യങ്ങളും ഉണ്ടാകും. വിദ്യാഭ്യാസം, ഉൽപാദനം, കച്ചവടം, വിനോദം,
വാർത്താവിനിമയം, ആരോഗ്യ പരിരക്ഷ, ആരാധന കേന്ദ്രങ്ങൾ വർദ്ധിക്കും. ഒപ്പം ഉയർന്ന ജീവിത ചിന്താഗതിയും ആളുകളുടെ ഇടയിൽ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വികസനം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വലിയ വികസനമുണ്ടാകും. ആളുകൾക്ക് തൊഴിലുണ്ടാകും. ഇപ്പം UP ബീഹാറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെയും ഒരു തൊഴിലുമില്ല. ആകപ്പാടെയുള്ളൊരു തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലൈ മാസമാകുമ്പോൾ നെൽകൃഷി, അതൊരു 5-6 ദിവസം കൃഷി ചെയ്തു. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഓരോ ഗ്രാമങ്ങളിൽ നിങ്ങൾ ചെന്നാൽ അവിടെ അവർ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ജോലിയില്ല. ഉത്തർപ്രദേശ്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വന്ന ഒരു കടകളിലും ഒരു സ്ത്രീയെ കാണാൻ സാധിക്കില്ല. അവിടെ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ ജോലിക്ക് പോകാറില്ല. ഒന്നാലോചിച്ച് നോക്കി. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതം ഇന്നും സ്ത്രീ സുരക്ഷയിൽ പിൻപന്തിയിലാണ്. സ്ത്രീകൾക്ക് ജോലിയില്ല, ദാരിദ്ര്യ കുടുംബമാണ്. അതായത് 20%-ലധികം പേർക്കും ഇന്ന് സ്വന്തമായി വീടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഡൽഹിയിലും അതുപോലുള്ള വലിയ വലിയ ടൗണുകളിലും ജനങ്ങൾ പാലത്തിൻ്റെ അടിയിലും ചേരി പ്രദേശങ്ങളിലും ഒക്കെ കിടക്കുന്നു. മന്ത്രിമാരെല്ലാം മണിമന്ദിരങ്ങളിൽ സുഖിച്ച് ജീവിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അധികാരത്തിലെത്തുന്ന മന്ത്രിമാർക്കും അതുപോലെ മുഖ്യമന്ത്രിമാർക്കും അതുപോലെ MP-മാർക്കും MLA-മാർക്കും കാഴ്ചപ്പാടില്ലാതെ പോകുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അഴിമതിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഒരു റോഡോ പാലോ പണിതാൽ അത് പണി തീരുന്നതിന് മുമ്പ് പൊളിഞ്ഞു പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ രാജ്യത്തുള്ളത്. അപ്പോൾ ഇത്രയും അഴിമതിയും അക്രമവും അനീതിയും കൊള്ളയും കൊള്ളിവെപ്പുമുള്ള ഈ രാജ്യം, അവിടുത്തെ ഭരണാധികാരികൾ, മണ്ടന്മാരായ ഭരണാധികാരികൾ നമ്മെ ഭരിക്കുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്കേണ്ട കാര്യം, എത്ര വലിയ മണ്ടന്മാരാണ് നമ്മളെ ഭരിക്കുന്നതെന്നും എത്ര കാഴ്ചപ്പാടില്ലാത്ത ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ നേതാക്കന്മാരായി വിലസുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്, നമ്മളെ ഭരിക്കുന്നവരിൽ ഒരു പകുതി ശതമാനം ആളുകളും വെറും മണ്ടന്മാരാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വെറും സ്വാർത്ഥന്മാരാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ് ഉണ്ടോ, 10,000 കോടീശ്വരന്മാർ കേരളത്തിൽ ഉണ്ടായാൽ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നു. അത് ഇന്ത്യയെ നമ്മൾ ഉടനീളം ഇന്ത്യ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയുടെ മുഖച്ഛായ മാറണമെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, കമ്പനികളുണ്ടാകും. പക്ഷേ ഇതൊന്നുമില്ല. പിന്നെ എങ്ങനെ രാജ്യത്തിന് വികസനം ഉണ്ടാകും? അസീം പ്രേംജിയെ പോലെയും ബിൽ ഗേറ്റ്സിനെ പോലെയും വാറൻ ബഫിനെ പോലെയും ശതകോടീശ്വരന്മാർ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം സാമൂഹിക പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ ഒരു രാജ്യത്തെ മുഴുവൻ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ആ ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകളും ആ യജ്ഞത്തിൽ പങ്കാളികളായിത്തീരണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പം വയനാട്ടിൽ ഉരുളുപൊട്ടലുണ്ടായി. ഗവൺമെൻറ് നോക്കിയാൽ അവിടെ വികസനം നടത്താൻ പറ്റും. എന്നാൽ പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തം കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴാണ് ഒരാൾ പറയുന്നത് ഞാൻ 100 വീട് വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ പറയുന്നു ഞാൻ 50 വീട് വെച്ച് കൊടുക്കും. അപ്പോൾ പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാമൂഹിക നന്മകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പണമില്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഒരു അർഹതപ്പെട്ട ഒരാൾ വന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര എനിക്ക് തീരെ സുഖമില്ല, എൻ്റെ ഭാര്യയ്ക്കും തീരെ സുഖമില്ല, ഞാൻ ആശുപത്രിയിലാണ്, എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, സഹോദര ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്
പ്രാർത്ഥിക്കണമെന്നില്ല. എൻ്റെ കയ്യിൽ ഒരു 1000, 2000, 5000, 10000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആ പൈസ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, സ്നേഹിത, ഈ കാശ് കൊണ്ടുപോയി താങ്കൾ മരുന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നതല്ലേ ഉചിതം? ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. പക്ഷേ അതിനെന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ പണമുണ്ടാകും. എൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഞാൻ എങ്ങനെ മറ്റൊരാളെ സഹായിക്കും? അപ്പോൾ അസീം പ്രേംജിയും ബിൽഗേറ്റ്സിനെയും പോലെയുള്ളവർ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പണം ഉപയോഗിക്കുന്നു. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതെന്തുകൊണ്ടാണ്? അവരുടെ കയ്യിൽ സാമ്പത്തികം അവർ ഉള്ളത് കൊണ്ടാണ്. ഇനി 1-2 പേർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. വീഗാർഡിൻ്റെ സ്ഥാപകനായ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, അദ്ദേഹം തൻ്റെ സ്വന്തം അവയവങ്ങൾ പോലും ദാനം ചെയ്ത് സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നു. കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുന്നു. അവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ജനം വിതുമ്പിക്കരയും. കാരണം അവർ ഒരുപാട് നന്മകൾ സമൂഹത്തിന് ചെയ്തു. സമൂഹത്തിന് നന്മകൾ ചെയ്യാത്തവൻ എത്ര പൈസയുണ്ട് എന്ന് പറഞ്ഞാലും അവനെ ജനം ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, അവർ മരിക്കുന്നതിൽ ജനം സന്തോഷിക്കുകയുള്ളൂ, ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഇനി അവിവേകികളായ ശതകോടീശ്വരന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. സമൂഹത്തെ ചൂഷണം ചെയ്ത് ധനം സ്വന്തം ഉദരപൂർണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില ആളുകൾ. അത് കൂടുതലും ആത്മീയ ആചാര്യന്മാരാണ്. അത് ഹിന്ദു മതത്തിലുണ്ട്, ഇസ്ലാം മതത്തിലുണ്ട്, ക്രിസ്തീയ മതത്തിലുണ്ട്, പെന്തക്കോസ്റ്റൽ സഭകളിലുണ്ട്. അവർ ജനത്തെ ചൂഷണം ചെയ്യുന്നു. കഞ്ഞിക്ക് ഗതിയില്ലാത്ത ഒരു ഭവനത്തിൽ ചെന്ന് അവരെ ചൂഷണം ചെയ്യും. അവരോട് ദാനധർമ്മങ്ങൾ വാങ്ങിക്കുന്നു, സ്വോത്രകാഴ്ച ദശാംശവും വാങ്ങിക്കുന്നു, അമ്പലത്തിലേക്കും പള്ളിയിലേക്കും പിരിവുകൾ വാങ്ങിക്കുന്നു. അങ്ങനെ കോടീശ്വരന്മാരെ ജീവിക്കുന്ന ഒരുപാട് ബാബാമാരും സന്യാസിമാരും മൗലവിമാരും പാസ്റ്റർമാരും അച്ഛന്മാരും തിരുമേനിമാരും ബിഷപ്പുമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കിയില്ലാത്ത ഇവർ സമൂഹത്തിന് ഒരു ശാപമാണ്. ആത്മീക നേതാക്കന്മാർ ഭൂരിഭാഗം പേരും ഇന്ന് സമൂഹത്തിന് ഒരു ശാപമാണ്. അവരെ കൊണ്ട് ഒരു ഗുണവുമില്ല. അവരുടെ ഉദരപൂർണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ വയറ്, ബൈബിളിൽ പറയുന്നൊരു വാക്യമുണ്ട്, അവരുടെ ദൈവം വയറ്. കേരളത്തിലെ ക്രൈസ്തവ സഭ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്റ്റൽ സമൂഹം എടുത്തു നോക്കിയാൽ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്ന എത്ര പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? പണമുണ്ട്, കോടിക്കണക്കിന് രൂപ ഇട്ടുമൂടാവുന്ന സമ്പത്തുണ്ട്, 5 പൈസ ഇവർ ചെലവാക്കില്ല. അവരവരുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി മാറ്റി. എന്നാൽ പണം സമ്പാദിക്കുന്നതിൻ്റെ മൂല്യം അറിയാതെ ഈ കുട്ടികൾ അവരുടെ കാലശേഷം ഈ പണം ദൂർത്തടിച്ച് കളയുന്നു. കാരണം അവർക്കറിയത്തില്ല ഈ പണം എങ്ങനെയാണ് ഉണ്ടായത്. മനസ്സിലായോ? അപ്പോൾ സാമൂഹിക നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കാത്ത ഒരു പണവും അത് ഗുണകരമാകില്ല എന്നാണ് ഡോക്ടർ പി വിജയൻ സാറ് പറയുന്നത്. ഇനി അടുത്തത്, പണം നല്ലതും ചീത്തയും. പണം ഉണ്ടാകുന്നത് നല്ലതാണോ ചീത്തയാണോ? വേദപുസ്തകത്തിൽ പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന പോലെയാണ്. ഒരുത്തന് ഒരുപാട് ധനമുണ്ടായിരുന്നു. കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ നിന്നെ അനുഗമിക്കാം. അപ്പോൾ യേശു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കാൻ. അതായത് ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റി മാത്രം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ഏറിയ സമ്പത്തുണ്ട്, നീ അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇന്ന് ദരിദ്രർക്ക് പൈസ കൊടുക്കുന്നവരെ എത്ര പേരെ നമുക്ക് കാണാൻ സാധിക്കും? ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഉദ്ദേശിമാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് ഈ ചാനലിലിട്ടിട്ടുണ്ട്. ഈ ഉദ്ദേശിമാർക്കൊന്നും ഈ വീഡിയോ 5 പൈസ കൊടുക്കാത്ത എത്രയോ ആളുകളുണ്ട്. ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു സാമ്പത്തിക നന്മ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് അവരുടെ ഫോൺ നമ്പർ വെച്ച് വിടുന്നത്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കോടീശ്വരന്മാരായിട്ടുള്ള പലരും ഇത് കണ്ടിട്ടും കേട്ടിട്ടും ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. കണ്ണുകൊണ്ട് കണ്ടിട്ട് അവർ കണ്ണടച്ച തിരുമി അത് കണ്ടില്ലെന്ന് പറയും.
അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണമെല്ലാം സമ്പാദിച്ച് തൻ്റെ നാശത്തിന് വെച്ചിരിക്കുക എന്നാണ് വേദവസ്തം പറയുന്നത്. അപ്പോൾ പണം നല്ലതുമാകാം ചീത്തയുമാകാം. എങ്ങനെയാകും? ഇവിടെ എഴുതിയിരിക്കുകയാണ്, ധനസമ്പാദനം ഒരു മോശം പ്രവൃത്തിയാണെന്ന ധാരണ നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉണ്ട്. എന്നാൽ നേരായ മാർഗത്തിലൂടെ പണം നേടുകയും അത് സത്കർമ്മങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു നന്മ പ്രവൃത്തിയാണ്. കണ്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ ഒരാളായിരുന്ന ബിൽഗേറ്റ്സ് അദ്ദേഹത്തിൻ്റെ പണം നല്ലതാണെന്ന് പറയാം. കാരണം ബിൽഗേറ്റ്സിൻ്റെ ഉൽപ്പന്നമായ മൈക്രോസോഫ്റ്റ് വെയർ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുടക്കുന്ന മുതലിൻ്റെ 1000 മടങ്ങ് മൂല്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഗേറ്റ്സ് എത്രയോ കോടീശ്വരന്മാരെ സൃഷ്ടിച്ചു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കോടീശ്വരനാക്കുക, ഒരാൾ മറ്റൊരു വ്യക്തിയെ നേതാവാക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേക അസൂയ, കുശുമ്പ്, നുണ, കെണി, ഏഷണി. ഒരുത്തൻ നന്നാവുന്ന ഇഷ്ടമല്ല. ഇന്ന് തന്നെ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അപ്പോളജിസ്റ്റ്, അദ്ദേഹം വേറൊരു അപ്പോളജിസ്റ്റിനെതിരെ ഒരു വീഡിയോ ചെയ്തു. ആ ഈ അപ്പോളജിസ്റ്റിന് ഒരു മെസ്സേജ് വിട്ടേക്കാണ്, നിന്റെ ഭാര്യ എവിടെയാണ്? നിന്റെ ഭാര്യയെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ വീഡിയോ ചെയ്തു, എനിക്കെതിരെ എന്തെങ്കിലും പറയാനുള്ളതിന് എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നു, മക്കളെക്കുറിച്ച് പറയുന്നു. അല്പന്മാർ, അധിക പ്രസംഗികൾ, വെറും കള്ളന്മാരാണ്. ഈ ആത്മീയതയുടെ വേഷം കെട്ടി നടക്കുന്ന വെറും കോമാളികൾ എന്നാണ് ഇവരെക്കുറിച്ച് പറയാനുള്ളത്. അതായത് അറുത്ത കൈക്ക് ഉപ്പ് തേക്കുകയില്ലാത്ത അധമന്മാർ. ഒന്നാലോചിച്ചു. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, ബിൽഗേറ്റ്സ് എത്രയോ കോടീശ്വരന്മാരെ വാർത്തെടുത്തു. എന്നാൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എൻ്റെ സമൂഹം എത്ര നല്ല നേതാക്കന്മാരെ വാർത്തെടുത്തു. ഒരുത്തൻ പൊങ്ങി വന്നാൽ അവൻ്റെ തലയ്ക്കിട്ട് ഒറ്റയടി കൊടുത്ത് അവനെ താത്തി. നുണയും കെണിയും ഏഷണിയും. ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന ചരിത്രം പോലും കിടപ്പറയിൽ പോലും ഒളിഞ്ഞു നോക്കുന്ന കുറേ അലവലാദികൾ ഈ സമൂഹത്തിൽ വളർന്നു വരുന്നു. ഞങ്ങളുടെ ആത്മീയകോളത്തിൽ അവരാണ് ഈ സമൂഹത്തിൻ്റെ നാശം എന്ന് പറയുന്നത്. ഇവിടെ പറയാണ്, എന്നാൽ ഉപഭോക്താവിന് ഒരു ഗുണവും ലഭിക്കാത്ത പണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയും, ഒരു ഷർട്ട് വാങ്ങിച്ചു. ഈ ഷർട്ടിൻ്റെ വിലയാണ് 600 രൂപ. ഒരു ഉദാഹരണം പറയും, ഈ 600 രൂപ കൊടുത്തൊരു ഷർട്ട് മേടിച്ചിട്ട് ഒരാഴ്ച തികച്ചിടാൻ പറ്റിയില്ല, അത് കീറിപ്പോയാൽ എങ്ങനെ ഇരിക്കും? 600 രൂപ കൊടുത്തൊരു ഷർട്ട് മേടിച്ചിട്ട് 2 വർഷം ഇടാൻ സാധിച്ചാൽ ആ ഷർട്ട് കമ്പനിക്കാരനോട് ഈ വാങ്ങിച്ചവൻ പറയും, കൊള്ളാം, എൻ്റെ പണം മുതലായി എന്ന് പറയും, ഇല്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഈ പുസ്തകം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വൈകാരികപരമായ പക്വത നേടുക. ഏറ്റവും വലിയ വിജയം നേടുന്നവർ ഏറ്റവും വലിയ ബുദ്ധിമാനാകണമെന്ന് നിർബന്ധമില്ല. അപ്പം ചില ആളുകൾ ഈ വിദ്യാഭ്യാസം കൂടിയ പെണ്ണുങ്ങളെ കിട്ടും, ഭയങ്കര പക്വമതികളാണെന്നാണ് ഇവരുടെ വിചാരം. വിദ്യാഭ്യാസം കൂടിയത് കൊണ്ടോ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടോ മനുഷ്യന് വിവേകം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പരിജ്ഞാനം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഏറ്റവും വലിയ വിജയം നേടുന്നവർ ഏറ്റവും വലിയ ബുദ്ധിമാനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരമ്പരാഗത രീതിയിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന ബുദ്ധിശക്തിയിലല്ല വിജയത്തിൻ്റെ ആധാരം. അതൊട്ടേറെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എത്രയോ ബുദ്ധിമാന്മാർ പരാജയപ്പെട്ടു. പക്ഷെ പ്രായോഗികപരമായ ബുദ്ധി, സന്ദർഭത്തിനനുസരിച്ച് ഉതകുന്നതായിട്ടുള്ള ചിന്താഗതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പെൺകുട്ടി, അദ്ദേഹത്തിന് TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണം, മാർക്ക് ഷീറ്റ് വേണം. അപ്പോൾ
മറ്റൊരു സ്കൂളിലാണ് ഈ 9ഉം 10ഉം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ബീഹാർ യാത്രയിലായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പോയി മേടിച്ചോ, ടി സി പോയി മേടിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം ഇവിടെ നിന്ന് ബൈക്കേൽ പോയി ടി സി വാങ്ങി. ടി സി വാങ്ങിച്ച കൂട്ടത്തിൽ അദ്ദേഹം മാർക്ക് ഷീറ്റും കൂടെ വാങ്ങിക്കാൻ മറന്നുപോയി. അദ്ദേഹം ഇത് വാങ്ങിക്കാതെ, മാർക്ക് ഷീറ്റ് വാങ്ങിക്കാതെ ടി സി മാത്രം വാങ്ങിച്ചോണ്ടോ. എന്നിട്ട് 11 ക്ലാസ്സിൽ അഡ്മിഷന് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പാൾ, ലാസ്റ്റ് ഡേ ആയിരുന്നു അഡ്മിഷൻ ഡേ, ആ പ്രിൻസിപ്പാള് ഇദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എടുത്തും ഒറ്റയേറ് വെച്ചു. ചോദിച്ചു, എന്തിനാ എറിഞ്ഞ്? മാർക്ക് ഷീറ്റ് ഇല്ലാതെയാണോ അഡ്മിഷൻ വന്നേക്കുന്നത്? ചോദ്യം. 1 മണിക്കൂറിനുള്ളിൽ മാർക്ക് ഷീറ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷൻ തരില്ല. അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, സ്നേഹിത, നിങ്ങൾ മാർക്ക് ഷീറ്റ് വാങ്ങിച്ചില്ലായിരുന്നു? അതെനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ മറന്നുപോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഞാനിവിടെ ഇല്ലായിരുന്നു. ഇദ്ദേഹം വന്നിട്ട് ഭയങ്കര പ്രശ്നം. ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കുകയാണ്. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നു, ഒച്ച വെക്കുന്നു, അലറുന്നു, കൂവുന്നു. അപ്പോൾ ഞാനിവിടെ ഇല്ല. ഞാൻ അപ്പോൾ തന്നെ മറ്റുള്ള ടീച്ചേഴ്സിനെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തോട് ഒന്നും പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് റേസായി എന്നോട് സംസാരിച്ചു. ഞാനത് മുഴുവൻ കേട്ടിരുന്നിട്ട് പറഞ്ഞു, സഹോദര, താങ്കൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായവും ഞാൻ താങ്കൾക്ക് വേണ്ടി ചെയ്യാം. താങ്കൾ ആദ്യം വയലൻ്റ് ആകാതെ ഒന്ന് സൈലൻ്റ് ആകുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ആശ്വാസം തോന്നി. പിന്നീട് ഞാൻ ആ സ്കൂളിൽ വിളിച്ചു പറഞ്ഞ് അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ച് അവിടെ നിന്ന് പ്രിൻ്റ് എടുത്താണ് അഡ്മിഷൻ ചെയ്തത്. ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി നമ്മളോട് എങ്ങനെ ഇടപെടുന്നു, അവൻ്റെ മാനസിക തലം എന്താണ്, അവൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതാണ് യുക്തിപരമായ യുക്തിചിന്തയോടുകൂടെ സങ്കീർണമായ പ്രശ്നങ്ങളെ അതൊരു കുരുക്കിലേക്ക് കൊണ്ട് എത്തിക്കാതെ അത് പ്രശ്ന പരിഹാരം വരുത്തുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ പ്രായോഗിക ബുദ്ധിയാണ് വേണ്ടത്. ഒരുത്തൻ വന്ന് ആവശ്യമില്ലാതെ തെറി പറയുന്നു. എൻ്റെ ഒരു പരിചയക്കാരൻ ഞാനുമായിട്ടൊരു അല്പം വഴക്കിലാണ്. അദ്ദേഹം നിരന്തരം എൻ്റെ മൊബൈലിലേക്ക് പച്ചത്തെറി, പുളിച്ച തെറി എഴുതി വിടുകയാണ്. ഞാനതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് ഒരു റിപ്ലൈയും കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ മാനസിക നില എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വട്ടായിരിക്കും. ഒരു കഞ്ചാവ് കേസാണ്, അദ്ദേഹത്തിന് തലയ്ക്ക് ഭ്രാന്തായിരിക്കും, അല്ലെങ്കിൽ മാനസികമായ അദ്ദേഹത്തിന് വിഭ്രാന്തിയുണ്ട്, തെറി. ഞാനൊന്നും പറഞ്ഞു. അപ്പോൾ ചിലരെന്നോട് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് അവൻ്റെ മാനസിക പ്രശ്നം? ചിലർക്കിട്ട് തല്ലി കിട്ടാത്തതിൻ്റെയാണ്, അതും വേറെ കാര്യം. ചിലർക്കിട്ട് പ്രശ്നം ഉണ്ടാകുന്നതിനെ പിടിച്ചകത്തിടണം, അല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. ഭർത്താവ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഭാര്യ മിണ്ടാതിരിക്കണം, ഭാര്യ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഭർത്താവ് മിണ്ടാതിരിക്കണം. അപ്പോൾ അവിടെ ആ പ്രശ്നം തീരും. അപ്പോൾ പല പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. അതുകൊണ്ട് വൈകാരികപരമായ പക്വത നേടുക, മികച്ച യുക്തിചിന്ത ഉണ്ടാകുക, ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നമ്മുടെ ആ മനസ്സിൻ്റെ ആ ചിന്താഗതി നാം മനസ്സിലാക്കുക. നിരന്തര പരിശ്രമത്തിലൂടെ നമുക്ക് നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അസഹിഷ്ണുതാഭാവം, അഹങ്കാരം എന്നിവയെ ഒഴിവാക്കി അന്യരുടെ വികാരങ്ങളെ കണക്കിലെടുത്ത് പെരുമാറണം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, മറ്റുള്ളവരുടെ നേട്ടങ്ങൾ അംഗീകരിക്കുക, അവരെ അഭിനന്ദിക്കുക,
എന്നുള്ളത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ ഭാര്യയെ അഭിനന്ദിക്കുക, നല്ല പ്രവൃത്തി ചെയ്താൽ സ്ത്രീകളെ അനുമോദിക്കുക, അഭിനന്ദിക്കുക. അതിന് പകരം ഉപ്പ് കുറഞ്ഞു പോയാൽ, മുളക് കുറഞ്ഞു പോയാൽ ഭയങ്കര പ്രശ്നം. ഇത് പാടില്ല. അതിനാദ്യം നമ്മുടെ സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയണം. വികാരത്തിന് അടിസ്ഥാനത്തിൽ വർത്തമാനം പറയരുത്. വികാരങ്ങളെ നിയന്ത്രിക്കാനും നമ്മുടെ ചിന്തകളെ നമ്മുടെ വരുതിയിൽ നിർത്താനും നമുക്ക് കഴിയണം. നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാരണമായി തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിത വിജയവും മറ്റുള്ളവരുടെ വിജയവും തമ്മിൽ പരസ്പരം ഒരു താരതമ്യം നമ്മൾ ചെയ്യണം. ഞാൻ വളരുന്നത് പോലെ മറ്റുള്ളവരും വളരണം എന്നുള്ളത്. ഇനി ഈ പുസ്തകത്തിൽ അവസാനം ഈ അധ്യായത്തിൽ അവസാനം രേഖപ്പെടുത്തിയൊരു കഥയാണ്. അയൽക്കാരൻ്റെ പാഠം. ആകാശവാണിയിലൂടെ വയലും വീടും പരിപാടിയിൽ ഏറ്റവും മികച്ച നെൽകർഷകനുള്ള മായുള്ള അഭിമുഖമുണ്ട്. എന്താണ് താങ്കളുടെ കാർഷിക വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം? ഒരാൾ ചോദിക്കുകയാണ്, താങ്കളുടെ കാർഷിക വിജയത്തിലെ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അയൽപ്പാടങ്ങളിലെ മികച്ച നെൽകൃഷിയാണ്. അയൽവക്കാരൻ നല്ലതുപോലെ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് വിജയമുണ്ടാകുന്നത്. ഒന്നാലോചിക്കും, അയൽവക്കാരൻ നല്ലൊരു വീട് വെച്ചാൽ നമുക്ക് എങ്ങനെ വിജയം ഉണ്ടാകും? നമ്മളും ഓർക്കും എനിക്കും നല്ലതോർണം വെക്കണമല്ലോ, അല്ലേ? അയൽവക്കാരൻ്റെ കുട്ടി നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓർക്കും, എൻ്റെ കൊച്ചിനെയും പഠിപ്പിക്കണമല്ലോ, ഇല്ലേ? എന്നാലോചിക്കും. അതുകൊള്ളാം. അയൽപ്പാടങ്ങളെല്ലാം മത്സരത്തിൽ നിരന്തരം തോൽപ്പിക്കുന്ന താങ്കൾ തന്നെയാണോ ഇത് പറയുന്നത്? ചോദ്യകർത്താവ് ചോദിച്ചു. അയൽപ്പാടങ്ങളിലെ നെല്ലും എൻ്റെ നെല്ലും ഒരേ സമയത്താണ് വളരുന്നത്. അയൽപക്കത്തെ നെൽച്ചെടിയിൽ നിന്ന് കാറ്റടിച്ചു വരുന്ന പൂമ്പൊടി എൻ്റെ നെൽച്ചെടിയിൽ വന്ന് വീണിട്ടാണ് എനിക്ക് വിളവ് കിട്ടുന്നത്. അപ്പോൾ ആ നെൽച്ചെടിയും ഏറ്റവും മികച്ചതായിരിക്കും. എങ്കിലേ എൻ്റെ നെൽച്ചെടിയും ഏറ്റവും മികച്ചതാകുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഏറ്റവും മികച്ച വിത്തുകൾ ഞാൻ സ്ഥിരമായി അയൽവക്കംകാർക്ക് കൊടുക്കുന്നു. എത്ര അർത്ഥവത്തായ കാഴ്ചപ്പാട്! പലർക്കും ഇല്ലാത്തതും ഇത് തന്നെയാണ്. സ്വന്തം നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയായി 10 മടങ്ങായി വർദ്ധിച്ചു വരും എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ഇതാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ 1-ാമത്തെ അധ്യായം നമ്മൾ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. പണം നല്ലതാണോ ചീത്തയാണോ? പണം നല്ലതാകുന്നത് എങ്ങനെയാണ്, ചീത്തയാകുന്നത് എങ്ങനെയാണ്? പണം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് സാമൂഹിക നന്മകൾക്ക് പ്രയോജനപ്പെടുത്തണം. ഒരു ദിവസം 3 കോടിയിലധികം രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരാളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയണം. അതാണ് അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. വേദപുസ്തകം പറയുന്നു, എൻ്റെ നാമത്തിൽ 1 ഗ്ലാസ് തണ്ണീർ വെള്ളം കൊടുത്താലും അതിന് പ്രതിഫലം കിട്ടും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. സാമൂഹിക നന്മ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്തതായിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ പണം നേടുന്നത് ഒരു നന്മയാണ്. അത് നന്മ എങ്ങനെയാണ് ആകുന്നത്? അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും മറ്റുള്ളവരിലേക്ക് പകരുന്നതിലൂടെയുമാണ്. അതുകൊണ്ട് പണം സമ്പാദിക്കുവാനായിട്ടുള്ള ആളുകളുടെ ആവേശം അത് സാമൂഹ്യ നന്മകൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കട്ടെ എന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി 2-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ധനവും ആത്മീയതയും എന്നുള്ളതാണ്. ധനം മനുഷ്യർക്കും ഭർത്താവ് സ്ത്രീക്കും വർഷകാലം നദികൾക്കും വസന്തം വൃക്ഷങ്ങൾക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്നുള്ള ഈ പുസ്തകത്തിൽ നിന്നുള്ള അധ്യായം നിങ്ങൾ കേൾക്കുകയും
അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.